ഇതൊക്കെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാന്നുള്ളത് നമ്മൾ ജയസൂര്യയുടെ സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും മോനെ എന്താ പേരെങ്ങനാ? അർജുൻ കൃഷ്ണ. അർജുൻ കൃഷ്ണ. എവിടാ സ്ഥലം? സ്ഥലം പൊങ്ങണങ്കാട് SJ കോളനി. അടുത്ത് തന്നെ അല്ലേ? അർജുൻ അർജുൻ കൃഷ്ണ. അതെ. എത്രയില് പഠിക്കുന്നേ? 6. അനിയനാ? എന്താ പേര്? എവിടാ? പൊങ്ങണങ്കാട്. അവിടെ തന്നെ. എത്രാം ക്ലാസ്സിലാ? 5. കണ്ടോ പുലിയൊക്കെ കണ്ടോ? ഏത് പുലിയെ ഇഷ്ടപ്പെട്ടു? ഏത് കളർ പുലിയെ ഇഷ്ടപ്പെട്ടു? കറുപ്പാ. വെറൈറ്റി കേട്ടോ, കറുപ്പ്. ഇത് ഷർട്ട് കറുപ്പാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ പുലികളി? ആദ്യമായിട്ടാണോ പുലികളി കാണാൻ വരുന്നത്? ആദ്യമായിട്ടാണോ എനിക്ക് ഓർമ്മയില്ല. ഒരുമിച്ചാണോ? 3 പേര് ഒരുമിച്ചാണോ വന്നേ? എങ്ങനെ വന്നേ? ബസ്സിലോ? ബസ്സിൽ ഇത് കാണാൻ വേണ്ടി വന്നാണോ? അച്ഛൻ എന്ത് പറഞ്ഞു? വീട്ടിലെന്ത് പറഞ്ഞു? അച്ഛൻ പുലി കളിക്കുന്നുണ്ട്. ആ പുലിയാണോ? ഏത് ടീമിന്റെ പുലിയാ? അതെനിക്കറിയില്ല. അപ്പം അമ്മയാ അച്ഛനാ അവിടെ വെറുതെ നിൽക്കുന്ന അങ്ങനൊന്നും വിടത്തില്ല. അങ്ങ് ദൂരെ അങ്ങ് നിൽക്കുക. എന്താ പേര്? എൻ്റെ പേര് സുരേഷ്. അടുത്ത് തന്നെയല്ലേ? പേരുകൾ പെട്ടെന്ന് കിട്ടാത്തതുണ്ടായിട്ടോ. അപ്പൊ എന്തായാലും തൃശ്ശൂർ തന്നെയാണല്ലോ. തൃശ്ശൂർക്കാരുടെ ഓണം ഇന്നങ്ങ് ഇവിടെ ഉണ്ടോ? ഇനി അടുത്ത കൊല്ലം പൂരമാണിനി. പൂരമുണ്ട്. അതിനു മുമ്പ് ഈ ക്രിസ്മസ് പപ്പാമാരിപ്പം നിരത്തിലിറങ്ങുന്ന ഒരു പരിപാടി അതുണ്ട് ഉണ്ടാവും. അപ്പൊ ഇത്തവണത്തെ എത്ര കൊല്ലം? ഞാൻ കുറെ കൊല്ലായി. കഴിഞ്ഞ കൊല്ലം സൂപ്പർ തന്നെയാണ്, ഇപ്പോഴും സൂപ്പർ തന്നെ. ഗംഭീരായി. സൂപ്പറല്ലേ? അങ്ങനല്ല, എല്ലാവരും കുറെ ഉണ്ടായിരുന്നു. മാക്സിമം എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ് ചേട്ടാ. ഇനി മടങ്ങി നല്ല മടങ്ങി കണ്ടു. ഒന്നും കൂടെ കാണണം. ഇല്ലല്ലോ, അടുത്തല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും അടിപൊളി ചേട്ടാ. എന്തായാലും തകർത്ത് തൃശ്ശൂർ പൂരം എനിക്കും ഒരു അനുഭവമാണ്. എൻ്റെ രണ്ടാമത്തെ പുലികളിയാണ്. ഞാൻ ഇതേപോലെ രണ്ടാമത്തെ തവണ ഇവിടെ റിപ്പോർട്ടിങ്ങിന് വരുന്നത്. 2 തൃശ്ശൂർ പൂരം ഞാൻ തന്നെയായിരുന്നു ഇവിടെ തന്നെ. തൃശ്ശൂർ ഇപ്പം അമ്മ വീടായി. എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൃശ്ശൂരാണോ? പോയിട്ട് വീട്ടിൽ പോകുന്ന പോലെ. അപ്പം തൃശ്ശൂരൊക്കെ ഇപ്പം സ്വന്തം വീട് പോലായി. എന്തായാലും ഇത്തവണത്തെ പുലികളി നമ്മൾ അടിച്ചു വിളിച്ചു. ഏത് വൈബ്? പുലികളി വൈബ്. അപ്പോൾ ഓക്കെ. അപ്പം എന്തായാലും വീട്ടിലേക്ക് സേഫായി സുരക്ഷിതരായി എത്തുക. ഇവിടുത്തെ പരിപാടികളൊക്കെ കണ്ട് ഗംഭീരമൊക്കെ കഴിച്ചോ എല്ലാവരും? ഇല്ല, എത്തിയിട്ട് കഴിയണം. അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് കഴിക്കുക. ഇനി അടുത്ത പൂരത്തിന് നമ്മളൊക്കെ കാണും. നമ്മളിനിയും കാണും. കേരള വിഷൻ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്നെ കാണാറുണ്ട്. കണ്ടിട്ട് ആണോ? എല്ലാവരും ഒന്ന് ഞാൻ ഉൾപ്പുളകം കൊള്ളുക കേട്ടോ. ധൃതംഗ പുളകിതനായി ഞാൻ. അപ്പോൾ എന്തായാലും അടിപൊളി. നിങ്ങളെല്ലാവരും കണ്ടതിൽ സന്തോഷം. നമുക്ക് ഇനി കാണാം. ഓക്കെ. അപ്പം അതാണ് വിശേഷങ്ങൾ. തീരുന്നില്ല. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പം എനിക്കൊരു ആ ഒരു ആവേശത്തിൽ തന്നെയാണ് പുലികളിയുടെ ആ ഒരു ആവേശം ഒരു തരി പോലും കുറയാതെ ഒരു ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് പുലികളി. കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അവസാന ലാപ്പിലേക്കാണ് പുലികളിയുടെ ഈ ആവേശം പോകുന്നത്. എല്ലാവരും ആവേശത്തിലാണ്. അതിന്റെ ഒരു പെരുക്കം, ആ മുഴക്കം നമുക്കിവിടെ കേൾക്കാം. ഇതൊരു കുട്ടിപ്പുലി. ആ കുട്ടിപ്പുലിയൊക്കെയാണ്. എന്താ പേരെന്താ? ജാനവല്ലേ? എന്താ നിങ്ങളുടെ പേര്? വിഷ്ണു. എവിടുന്ന്? മനക്കുടി. തൃശ്ശൂർ മനക്കുടി. എത്ര വയസ്സായി? 3.5. നമ്മുടെ ഫ്രെയിമിലോട്ടൊന്ന് മോനെ കാണിച്ചേ. കണ്ട മനോഹരമായിട്ട് ഈ ഇത് ഒരുക്കി നമ്മുടെ ലുട്ടാപ്പിയെ പോലെ ഒരു കൊമ്പും ഒക്കെ ആയിട്ട് ഈ കുഞ്ഞിപ്പുലി കുട്ടിപ്പുലി ഉണ്ട്. എന്താ പേരെന്താ? ഷിയ. ഓക്കെ. എന്ത് ചെയ്യുന്നു? ചുമ്മാതല്ലേ ഇവിടുന്ന് ചൂട് നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ചൂട് വെച്ചാലോ? വാ, റെഡി? കാണുന്നത് വാ. ഹേയ്, എത്ര വർഷമായി ഡാൻസ് പഠിപ്പിക്കുന്നു? ഞാൻ 10 years. സ്വന്തമായിട്ട് ഡാൻസ് അക്കാദമി എവിടെയാ? മനക്കുടി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ 9 കിലോമീറ്റർ ഉള്ളിലേക്ക്. എത്ര കുട്ടികളുണ്ട്?
ഡാൻസ് ക്ലാസ്സിലോ 25 ഈ ഇന്ത്യൻ ആണോ അല്ല വെസ്റ്റേൺ? ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് അല്ലേ? അപ്പോ എന്തായാലും ഉഷാറായിട്ട് ആദ്യമായിട്ടാണോ പുലികളി കാണുന്നത്? അല്ലല്ല, എല്ലാ വർഷവും വരും. എല്ലാ വർഷവും വരാറുണ്ട് ഇതുപോലെ ഡാൻസ് കളിക്കാൻ? ആ ഇത് എത്തവണ തകർത്തു. ആ എങ്ങനെ ഇതാരുടെ ഐഡിയ? ആ വിഷ്ണുവിന്റെ ഐഡിയ. വിഷ്ണു എന്താ ചെയ്യുന്നത്? ബേക്കറി കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. എത്ര വയസ്സായി? അവന് 3.5 അല്ലേ? കൊള്ളാട്ടോ. ഒരു ഹൈഫൈ തരുമോ? യെസ്, ഓക്കെ. അപ്പൊ കാണാം. എന്തായാലും തകർത്ത് പൊളിക്കുക. ഇനിയും ചുവടുകളൊക്കെ തകർക്കുക. അപ്പോ ഇത് എങ്ങനെയുണ്ട്? നിങ്ങൾ തൃശ്ശൂരുകാർ പൊളിക്കാണല്ലോ. പുലിക്കളി എന്ന് പറഞ്ഞാൽ സാധാരണ അതിന്റെ ഒരു ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തണം. അതിന്റെ ആവേശം ഇങ്ങനെ കൊടുമുടിയിലേക്ക്. ആവേശം ശരിക്കും കഴിഞ്ഞു. അതെ അതെ. പക്ഷെ എന്നാലും ഈ ആവേശം നമ്മളെ സംബന്ധിച്ചുണ്ട് അല്ലേ? മറ്റുള്ളവർക്ക് അതൊരു എനർജി ആയിട്ട് വളരെ സിമ്പിളാണ്. രാത്രി വൈകുമ്പോൾ ആൾക്കാർ പിരിഞ്ഞു പോലും. അതെ അതെ അതെ. പക്ഷെ എന്നിട്ട് ഇപ്പോഴും പിരിഞ്ഞു പോകാതെ എത്രയോ ആളുകൾ ഇവിടെ ഇപ്പോഴും നിൽക്കുന്നു അല്ലേ? അങ്ങനെ ഒരു എന്താ പറയാ, ഈ ഓണത്തിന്റെ അവസാനം എന്നുള്ള നിലയ്ക്ക് ആൾക്കാർക്ക് പിരിച്ചിൽ വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് പരമാവധി പിരിയാണ്ടിരിക്കും ആൾക്കാർ നോക്കും. എന്തായാലും ഇതാ ഈ പിരിയാത്ത ആളുകളിലേക്ക് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരുപാട് പേര് ഈ പുലികളി കാണുകയും അത് പകർത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്താ പേരെന്താ? പേര് സിജോ. എവിടുന്ന് വരുന്നു സിജോ? ഒളരി തൃശ്ശൂരിൽ തന്നെയാണ്. സ്ഥിരമായിട്ട് കാണാറുണ്ട്. ആസ്വദിക്കാൻ ചൂടൊക്കെ. സിബീഷ്. ഓക്കെ. സിബീഷ് എവിടെയാ വീട്? വളരെ. നമുക്ക് ഇങ്ങനെ സംസാരിക്കാം അല്ലേ? കൊള്ളാം. ഏതൊരു സിനിമയിലേ സുരാജ് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ നമ്മൾ നാളെ കാണുന്നുണ്ട്. അതെ. എന്താ എല്ലാ വർഷവും കാണാൻ പിന്നെ പൊളിക്കണം നമുക്ക് കേട്ടോ. ഉഷാറാക്കണം. ഇങ്ങനെ ഈ ആവേശം ഇങ്ങനെ അതിന്റെ പാരമ്യതയിലെത്തി. അതിന്റെ ആ പ്ലോട്ടിൽ പോലും പുലികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് പെൺപുലികളാണ്. പെൺപുലികളുണ്ട് അതിൽ. ഒപ്പം തന്നെ കുട്ടിപ്പുലികളുണ്ട്. ആ പ്ലോട്ടിൽ നിൽക്കുന്നത് പെൺപുലികളും കുട്ടിപ്പുലികളും പുരുഷപുലികളും ഒക്കെ ആയിട്ട് പ്ലോട്ടിന്റെ മുകളിൽ ആവേശത്തെ പുറപ്പിലാണ്. ആ പുലികളുടെ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോയി വരാം. ആ ആവേശത്തിലേക്ക് നമുക്ക് പോയി വരാം. തൃശ്ശൂർ നഗരത്തെ കീഴടക്കിക്കൊണ്ട് പുലിക്കൂട്ടം ആടിത്തിമർക്കുകയാണ്. ഇപ്പോഴും ആ ഒരു ആവേശം ചോരാതെ ഏവരും